മക്കളെ, ഇതാ ജെറുസലേം പ്രയറിലെ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി അനേക മക്കൾ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. നാം ഇത് വചനമാകുന്ന യേശുവിന്റെ കൂടെ മുറിയിലോ ഡൈനിങ് ടേബിളിന്റെ അടുത്തോ മേശയ്ക്ക് ചുറ്റുമൊക്കെ ഇരിക്കുകയാണ്. മറക്കരുത്, നമ്മൾ ഇരിക്കുന്നിടത്ത് യേശു വന്ന് ഇരിപ്പുണ്ട്. കാണുന്നുണ്ടോ? നമ്മെ നോക്കിയിരിക്കുകയാണ് കർത്താവ്. രോഗികളെയാണ് പ്രത്യേകമായി നോട്ടമിട്ടിരിക്കുന്നത്. ഇതാ കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നു. ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവനിൽ നിന്ന് ശക്തി പൊട്ടിപ്പുറപ്പെടുന്നത് രോഗികളെ സുഖപ്പെടുത്താനാണ്. യേശുവിന്റെ ജീവിതകാലത്ത് അനേകം രോഗികൾ യേശുവിന്റെ പക്കൽ വന്നിട്ടുണ്ട്. അടുത്തു വന്ന എല്ലാ രോഗികളെയും അവിടുന്ന് സുഖപ്പെടുത്തി, സൗഖ്യം നൽകി. കുരുടർക്ക് കാഴ്ച, ചെകിടർക്ക് കേൾവി, ഊമർക്ക് സംസാരശക്തി, തളർവാദ രോഗിക്ക് കട്ടിലെടുത്ത് പോകാനായിട്ടുള്ള ആരോഗ്യം എന്ന് പറഞ്ഞാൽ കർത്താവ് സുഖപ്പെടുത്തുന്ന കർത്താവാണ്. മകളെ, അത്ഭുതകരമായ സൗഖ്യം ആർക്കെങ്കിലും വേണമെങ്കിൽ 2 കാര്യം: ശക്തമായ വിശ്വാസം, നിരന്തരമായ പ്രാർത്ഥന. ഇത് രണ്ടും ഉണ്ട് എങ്കിൽ അത്ഭുത സൗഖ്യം ഇപ്പൊ നടക്കാം. ഇന്ന് ഈ പ്രയർ ലൈനിൽ അനേകം മക്കൾ പങ്കെടുക്കുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ട്യൂമർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അസ്ഥി രോഗികളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നാടിഞരമ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തളർവാദ രോഗികൾ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വീൽ ചെയറിൽ ഇരിക്കുന്നവർ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നട്ടെല്ല് വളഞ്ഞിരിക്കുന്നവരെ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൽ നിന്ന് ശക്തി പൊട്ടിപ്പുറപ്പെട്ട് എല്ലാ രോഗികളെയാണ് സുഖപ്പെടുത്തുന്നത്. അച്ഛനൊരു മീറക്കൽ പ്രയർ പറഞ്ഞു തരട്ടെ. മറക്കരുത്, ദിവ്യ വൈദ്യനും ഔഷധവുമായ യേശുവേ, എന്നിലും എന്റെ രോഗപീഠയിലും വന്ന് നിറയണമേ, പൂർണ്ണമായി സുഖപ്പെടുത്തണമേ. മകളെ, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഈ പ്രാർത്ഥന 3 പ്രാവശ്യം ചെല്ലുക. നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക, നെഞ്ചത്ത് കുരിശടയാളം വരയ്ക്കുക, വയറിന്റെ അവിടെ കുരിശടയാളം വരയ്ക്കുക. അത്ഭുത സൗഖ്യം നടക്കും. വിട്ടുമാറാത്ത പനി, ചുമ, കാലപ്പഴക്കമുള്ള രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, അതുപോലെ തന്നെ ശ്വാസം മുട്ട് കർത്താവ് സുഖപ്പെടുത്തും. വിശ്വസിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് കർത്താവിന്റെ സൗഖ്യകരമായ ഈ ശുശ്രൂഷ നടക്കുന്ന വേളയിൽ തന്നെ ഈ പ്രയർ ലൈനിൽ സംബന്ധിച്ച രോഗികളായ മക്കളെ കർത്താവ് വന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ. അതിശയങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.